ഹായ് കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +2 മലയാളം ടെക്സ്റ്റിലെ 3ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ അധ്യായമായ ഒരു യാത്രാ വിവരണം. SK പൊറ്റേക്കാട്ടിൻ്റെ ബദരിയും പരിസരങ്ങളും എന്ന യാത്രാ വിവരണമാണ്. അതിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ച് പറയുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിലെ SK പൊറ്റേക്കാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. അദ്ദേഹം പ്രസിദ്ധനായ സഞ്ചാര സാഹിത്യകാരനാണ്. അതുപോലെ നോവലിസ്റ്റ്, കഥാകൃത്ത് എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. ജന്മസ്ഥലം കോഴിക്കോട്. സഞ്ചാര സ്മരണകളിലൂടെ അനുവാചക ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ അനുവാചകരുടെ ഹൃദയം കവർന്ന സാഹിത്യകാരനാണ്. അനുവാചക ലോകത്തിൻ്റെ ഹൃദയം കവർന്ന സാഹിത്യകാരനാണ് ഇദ്ദേഹം. ലോകസഞ്ചാരം ഇന്നത്തെ പോലെ സർവ്വസാധാരണവും ആയാസരഹിതവും അല്ലാതിരുന്ന കാലത്താണ് പൊറ്റേക്കാട്ട് ഇന്ത്യയിലും വിദേശങ്ങളിലും സഞ്ചരിച്ച് തൻ്റെ അനുഭവ ചക്രവാളം വികസിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ജ്ഞാനപീഠ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ നോക്കാം. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, കുരുമുളക്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ. പിന്നെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ, ബാലി ദ്വീപ്, സിംഹഭൂമി, കാപ്പിരികളുടെ നാട്ടിൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട യാത്രാ വിവരണ കൃതികളിൽ പെടുന്നു. അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് ബദരിയും പരിസരങ്ങളും എന്ന ഒരു യാത്രാ വിവരണ ഭാഗമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന യാത്രാ വിവരണ കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. SK പൊറ്റേക്കാട്ടിൻ്റെ ഏതാണ് ബദരിയും പരിസരങ്ങളും നോക്കാം നമുക്ക്. ബദരിയും പരിസരങ്ങളും എന്നുള്ള ഈ യാത്രാ വിവരണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പരാമർശിക്കുന്നു എന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു. അന്ന് യാത്ര തുടങ്ങിയ കാലഘട്ടം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന കാലഘട്ടത്തെ പോലെയൊന്നുമല്ല. സാങ്കേതിക മികവൊക്കെ ഉള്ള സൗകര്യങ്ങൾ കൂടിയ കാലഘട്ടമാണ് ഇന്ന്. എന്നാൽ അന്ന് ഒരു 19 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ യാത്ര ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അത്തരം കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും സഞ്ചരിച്ച് കാര്യങ്ങളെല്ലാം എഴുതി തൻ്റെ കൃതികളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന നമ്മളും അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു സഞ്ചാര സാഹിത്യകാരനാണ് SK പൊറ്റേക്കാട്ട്. ശ്രദ്ധിക്കുക. കുബേരശിലയിൽ നിന്ന് ഒരാശ്വാസ നെടുവീർപ്പ് പോലെ വാഹനം വേഗം കീഴ്പോട്ട് സഞ്ചരിച്ചു. 11:30 മണിക്ക് ഞങ്ങൾ ബദരിയിൽ എത്തിച്ചേർന്നു. അളകനന്ദയുടെ കരയിലെ വിശാലമായ മൈതാനത്തിലെ സാമാന്യം ഉയർന്ന ഒരു പുൽമേടിന് താഴെ ട്രക്ക് നിർത്തി. അതിൻ്റെ മുതുകിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചെറിയ ഒരു ഗുദാം ചൂണ്ടിക്കാട്ടി ജക്കാത്തെ പറഞ്ഞു. ജക്കാത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഉള്ള. അദ്ദേഹം പറഞ്ഞു, എന്ത്? അലുമിനിയം ക്യാമ്പ്. ഉച്ചവെയിലത്ത് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്ന ആ കൂടം ഒരു ഗുദാമല്ലെന്നും അലുമിനിയം കൊണ്ടുണ്ടാക്കിയ ഒരു പാർപ്പിടമാണെന്നും അപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങളെ അലുമിനിയം ക്യാമ്പിൽ കൊണ്ടുചെന്ന് വിട്ടുതരാനേ ഈ ജക്കാട്ടയ്ക്ക് മേലധികാരികളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം അദ്ദേഹം ട്രക്കിൽ നിന്ന് താഴെ പുൽമൈതാനത്തിൽ ഇറക്കി വെച്ച് ഞങ്ങളോട് തൽക്കാലം യാത്രയും പറഞ്ഞ് തൻ്റെ ട്രക്ക് ഓടിച്ച് കുറച്ചകലെയുള്ള മിലിറ്ററി ക്യാമ്പിലേക്ക് ജക്കാത്തെ പോയി. ഞങ്ങൾ പുൽമേടു കയറി ആ ലോഹ ഗൃഹത്തിൻ്റെ മുറ്റത്തെത്തി. ചുമരുകളും വാതിലുകളും ജാലകങ്ങളും മേൽക്കൂരയുമെല്ലാം അലുമിനിയം തകിടുകൾ കൊണ്ട് ശാസ്ത്രീയ രീതിയിൽ നിർമ്മിച്ച കൗതുകകരമായൊരു ഭവനം. തണുപ്പും മഞ്ഞും തടുക്കാൻ തടിച്ച ക്യാൻവാസ് തമ്പുകളേക്കാൾ പറ്റിയത് അലുമിനിയം തകിടുകളാണ്, അല്ല അലുമിനിയം ക്യാമ്പുകളാണത്രേ. കനം കുറഞ്ഞ ഈ ലോഹത്തകിടുകൾ എളുപ്പം കെട്ടിക്കൊണ്ട് പോകാവുന്നതുമാണല്ലോ. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതെന്ത് ചെയ്യാം, ഇളക്കി മാറ്റി എടുത്ത് കയ്യിൽ വെച്ച് അത് വേറെ എവിടെയാണോ പോകുന്നത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിച്ച് നിർത്തി താമസത്തിന് ഒരുക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
ഞങ്ങൾ ഭവനത്തിൻ്റെ ഭ്രാന്തയിലേക്ക് കയറി. വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു, പുറത്തുനിന്ന് പൂട്ടിയതാണ്. അവിടെ എങ്ങും ആരെയും കാണുന്നുമില്ല. ബദരിയിലെത്തിയാൽ ഞങ്ങളെ സ്വീകരിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ അലുമിനിയം ക്യാമ്പിൽ ഉണ്ടായിരിക്കുമെന്നാണ് മാർവാഡ് ക്യാമ്പിലെ ബോർഡർ റോഡ് മേലധികാരികൾ ഞങ്ങളെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഒരു ജീവിയെയും കാണാനില്ല. എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ ഞങ്ങൾ മൂവരും പരുങ്ങി നിൽപ്പായി. അപ്പോൾ എസ്കേപ്പ് ഒറ്റക്കാട്ടും ബാക്കി 2 പേരും, അതിന് 3 പേരാണുള്ളത് നമുക്ക് മനസ്സിലായി. ഇവർ 3 പേരും ഒരു അലുമിനിയം ക്യാമ്പിൻ്റെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ അവരെ സ്വീകരിക്കാൻ ഒരാൾ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ്, വാതിൽ പുറത്തൊന്നും പൂട്ടിയിട്ടുണ്ട്, ആരെയും കാണുന്നില്ല. ഞങ്ങൾ ക്യാമ്പിൻ്റെ ഭ്രാന്തയിൽ ഇട്ടിരുന്ന ഒരു ബെഞ്ചിൽ ചെന്ന് കുത്തിയിരുന്നു. എന്തൊരു സുന്ദര രംഗങ്ങളാണ് മുമ്പിൽ വിടർന്നു നിൽക്കുന്നത്. താഴെ വിശാലമായ മൈതാനം. അപ്പോൾ ആ വരാന്തയിൽ ഇട്ടിട്ടുള്ള ബെഞ്ചിലിരുന്ന് ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. മനോഹരമായ കുറച്ച് ദൃശ്യങ്ങൾ അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ട്. താഴെ വിശാലമായ മൈതാനം. മൈതാനത്തിനരികിലൂടെ ഹിമക്കട്ടകൾ ഉരുകി ഒലിച്ചുളവായ അളകനന്ദ ഒഴുകുന്നു. അളകനന്ദയുടെ മറുകരയിൽ തകരത്തകിടുകൾ കൊണ്ട് മേൽപ്പുര ചാർത്തിയ ഗൃഹസമൂഹങ്ങളുടെ നടുവിൽ സ്വർണ്ണ താഴികക്കുടത്തോടു കൂടിയ ബദരി നാരായണ ക്ഷേത്രം പൊങ്ങി നിൽക്കുന്നു. ആ ബദരീപുരിയുടെ ഒരു വശത്തു നാരായണഗിരിയാണ്. നാരായണഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം. നാരായണഗിരിയാണ്. ആ മലഞ്ചെരിവിൽ ഒരൊറ്റ മരം പോലും ഇല്ല. ഞെരുങ്ങി വളരുന്ന തൃണങ്ങൾ മാത്രമേ ഉള്ളൂ. തൃണം എന്ന് പറഞ്ഞാൽ പുല്ലുവർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ, മരങ്ങളൊന്നും തന്നെ ഇല്ല. പുല്ലു മേഞ്ഞുകൊണ്ട് കുറെ ആടുകൾ ചലിക്കുന്നു. കറുത്തതും വെളുത്തതുമായ പാറക്കുത്തുകൾക്കിടയിൽ അവയുടെ ചലനം കൊണ്ട് മാത്രമേ ആടുകളെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആടുകൾ കുറച്ച് ദൂരെയാണ് കാഴ്ച കാണാൻ ഉള്ളത്. എന്താ, മൈതാനത്തിൽ പുല്ല് മേഞ്ഞുകൊണ്ട് ആരുണ്ട്? പുല്ല് മേഞ്ഞുകൊണ്ട് കുറെ ആടുകൾ ചലിക്കുന്നുണ്ട്. അവയുടെ ചലനം കൊണ്ടാണ്, കറുപ്പും വെളുപ്പും കുത്തുകൾ കൊണ്ട്, വെളുത്ത പാറക്കുത്തുകൾക്കിടയിൽ ഈ ആടുകളെ തിരിച്ചറിയുന്ന അവയുടെ ചലനം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞത്. ഈ ആടുകൾ ഏതായിരിക്കും? അവ അടുത്തുള്ള മാനാ ഗ്രാമത്തിലെ ഭോട്ടിയ വർഗക്കാരുടെ ആടുകളായിരിക്കും. എല്ലാറ്റിനും അപ്പുറം ബദരിയാപുരിയിൽ നിന്ന് കഷ്ടിച്ച് 5 മൈൽ ദൂരെ 21,650 അടി ഉയരത്തിൽ നീലകണ്ഠ ശൈലം തലപൊക്കി നിൽക്കുന്നു. ശൈലം എന്ന് പറഞ്ഞാലും പർവ്വതം എന്നാണ് അർത്ഥം. നീലകണ്ഠ പർവ്വതം തലപൊക്കി നിൽക്കുന്നു. വെള്ളിയിൽ വാർത്തെടുത്ത പോലെയുള്ള അതിൻ്റെ ഹിമശിഖരം വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഹിമശിഖരം, ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ് മുടി കിടക്കുന്ന അതിൻ്റെ കൊടുമുടി അറ്റം, മുകൾ ഭാഗം വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഏതുപോലെ? വെള്ളിയിൽ വാർത്തെടുത്തതുപോലെ. ഞാൻ എഴുന്നേറ്റ് ഭ്രാന്തയുടെ അറ്റത്തു ചെന്നു നിന്ന് ക്യാമ്പിൻ്റെ പിറകിലെ മണ്ഡപത്തിലേക്ക് ഒന്നു കണ്ണയച്ചു. പൗരാണിക സ്മരണകളുടെ ഒരു പൂങ്കാവനമാണത്. ഋഷിവര്യന്മാരുടെയും ദാർശനിക ആചാര്യന്മാരുടെയും സാഹിത്യ സാംസ്കാരിക കർമ്മക്ഷേത്രമായിരുന്നു ബദരികാശ്രമം. വേദവ്യാസനായ കൃഷ്ണദ്വൈപായനൻ ശിഷ്യഗണങ്ങളോടൊത്ത് വേദങ്ങൾ സഞ്ചയിച്ചതും വേദവ്യാസന്റെ യഥാർത്ഥ പേര് ഞാൻ എപ്പോഴോ തുടക്കത്തിൽ ഒരു ഇത് എടുത്തിരുന്ന സമയത്ത് ഏതായിരുന്നു, കണ്ണാടി കാണുമ്പോളോ എന്നുള്ളത് എടുത്തപ്പോഴാണ് തോന്നുന്നുണ്ട്. ഈ കൃഷ്ണദ്വൈപായനൻ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിരുന്നു. കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ ദ്വീപിൽ ജനിച്ച കറുത്തവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ വേദവ്യാസനായ കൃഷ്ണദ്വൈപായനൻ ശിഷ്യഗണങ്ങളോടൊത്ത് വേദങ്ങൾ സഞ്ചയിച്ചതും പകുത്തതും, വേദങ്ങൾ സ്വരുക്കൂട്ടിയതും പകുത്തതുമെല്ലാം അവിടെയുള്ളൊരു ഗുഹയിൽ വെച്ചാണ്. മഹാഭാരതവും അവിടെ വെച്ച് വിരചിതമായി. 5ാമത്തെ വേദം എന്ന രീതിയിലാണ് മഹാഭാരതം അറിയപ്പെടുന്നത്. രചിക്കപ്പെട്ടു. 1200 സംവത്സരങ്ങൾക്കപ്പുറം മാണ്ഡ്യൂക്യോപനിഷത്തിന്റെ വിവരണ രൂപമായ കാരിക ശ്ലോകങ്ങൾ രചിക്കാൻ, മാണ്ഡ്യൂക്യോപനിഷത്തിന്റെ വിവരണ രൂപമേത്? കാരിക ശ്ലോകങ്ങൾ. അത് രചിച്ചതാരാണെന്ന് പറയുന്നുണ്ട്. രചിക്കാൻ ഗൗഡപാദാചാര്യർ. കാരിക ശ്ലോകങ്ങൾ രചിച്ചത് ഗൗഡപാദാചാര്യർ ചെന്നിരിക്കാറുണ്ടായിരുന്ന ശിലാസനവും അവിടെ കാണാം. ഗൗഡപാദന്റെ മാണ്ഡൂക്യ കാരികയ്ക്ക് ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയതും അവിടെ വെച്ചാണ്. അപ്പോൾ ഈ ബദരിയുടെ ആ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം
അവിടെ ഇരുന്ന് അദ്ദേഹം ഓർക്കുകയാണ് പുരാണ കാലഘട്ടത്തിൽ നടന്ന പല കാര്യങ്ങളും ഇവിടെ വെച്ച് സംഭവിച്ചതാണ് എന്നുള്ളത്. പ്രാചീന ഭാരതീയ സംസ്കാരങ്ങളുടെയും സാഹിത്യങ്ങളുടെയും ആ പണിപ്പുരയിലേക്ക് നോക്കി ഭാവനാ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ആ മായാലോകത്തെ എൻ്റെ മിഴികളിൽ നിന്നും മായ്ക്കുവാൻ ഒരു മനുഷ്യരൂപം അലുമിനിയം ക്യാമ്പിൻ്റെ പുൽമേട്ടിലേക്ക് മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ടായിരുന്നു. ആ രൂപം അടുത്തെത്തിയപ്പോൾ അതൊരു പട്ടാളക്കാരനാണെന്നും മനസ്സിലായി. അലുമിനിയം ക്യാമ്പിൽ ഞങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കേണ്ടിയിരുന്ന വ്യക്തിയായിരിക്കണം, വിദ്വാനായിരിക്കണം അത്. അയാൾ ക്യാമ്പിൻ്റെ ഭ്രാന്തയ്ക്കു സമീപം വന്നു നിന്നു. ഞങ്ങളെ ആദരപൂർവം സലാം ചെയ്ത് ഒരു ക്ഷീണസ്വരത്തിൽ മൊഴിഞ്ഞു. ഞാൻ വരാൻ വൈകിപ്പോയതിന് മാപ്പ്. അയാളുടെ തളർന്ന ഭാവവും വിളറിയ മുഖവും വിനയത്തോടു കൂടിയ സംഭാഷണവും ഞങ്ങളിൽ അനുകമ്പ ഉളവാക്കി. എന്താ, ദേഹസുഖമില്ലേ? ദൊര സഹാനുഭൂതിയോടെ അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ SK പൊറ്റേക്കാട്ടിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ആളാണ് ദൊര. അദ്ദേഹം സഹാനുഭൂതിയോടെ അന്വേഷിച്ചു, എന്താ ദേഹസുഖമില്ലേ എന്ന്. യുവാവായ പട്ടാള ഉദ്യോഗസ്ഥൻ മുഖത്ത് വിളർത്ത ഒരു പുഞ്ചിരി വരുത്തിയതല്ലാതെ ഉത്തരമൊന്നും പറഞ്ഞില്ല. അയാൾ മുറിയുടെ വാതിൽ തുറന്ന് ഞങ്ങളെ അകത്തു കടന്നിരിക്കാൻ ക്ഷണിച്ചു. നേരം ഉച്ചയാണെങ്കിലും മൂർച്ചയുള്ള ഹിമക്കാറ്റ് കൂടെ കൂടെ ഞങ്ങളെ നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു. നേരം സമയം ഉച്ചയായിട്ടുണ്ടെങ്കിലും നല്ല എന്താ പറയുക, കഠിനമായ ഹിമക്കാറ്റ്, മഞ്ഞുകാറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ശരീരത്തിൽ വന്ന് തട്ടുമ്പോൾ നൊമ്പരം തോന്നി. അതാണ് ഞങ്ങളെ നൊമ്പരപ്പെടുത്തുന്നത്. നൊമ്പരപ്പെടുത്താണ് വേദനിപ്പിക്കുക, നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു. സാമാന്യം വിസ്താരമുള്ള ആ മുറിക്കകത്ത് കട്ടിൽ, മേശ, കസേര മുതലായ അത്യാവശ്യ ഉപകരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത് ഒരു കുളിമുറിയുണ്ടെങ്കിലും വെള്ളം താഴെ നിന്ന് കൊണ്ടുവരണം. കുറച്ചു കഴിഞ്ഞപ്പോൾ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം എത്തിച്ചേർന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ആ പട്ടാള ഉദ്യോഗസ്ഥനും ഞങ്ങളും തമ്മിൽ കൂടുതൽ പരിചയപ്പെട്ടു. താൻ വരാൻ വൈകിയതിൻ്റെ പിന്നിലുള്ള കഥ അയാൾ വിസ്തരിച്ചു കേൾപ്പിച്ചു. ഞാൻ ഇന്നലെ മാനാ ഗ്രാമത്തിനപ്പുറം മാനാപാസ് ഗ്രാമത്തിൽ പുതിയൊരു നിരീക്ഷണ പോസ്റ്റിൻ്റെ സ്ഥലം പരിശോധിക്കാൻ പോയതായിരുന്നു. പട്ടാള ഉദ്യോഗസ്ഥൻ സൂര്യപ്രകാശ് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആ പട്ടാള ഉദ്യോഗസ്ഥൻ്റെ പേര് സൂര്യപ്രകാശ്. എവിടെയാണ് ഈ സ്ഥലം? ദൊര കൗതുകത്തോടെ ചോദിച്ചു. സൂര്യപ്രകാശ് വിവരിച്ചു തന്നു. ഇവിടെ നിന്ന് 3 മൈൽ പോയാൽ മാനാ ഗ്രാമമായി. ഇന്ത്യൻ അതിർത്തിയിലെ ഏറ്റവും ഒടുവിലത്തെ ഗ്രാമമാണത്. ഏത്? ഈ മാനാ ഗ്രാമം. മാനാ ഗ്രാമത്തിൽ നിന്ന് 20 മൈൽ ദൂരമുണ്ട് മാനാ ചുരത്തിലേക്ക്. ചുരത്തിനപ്പുറം തിബത്ത് ഭൂമിയാണ്, ചൈനീസ് ടെറിട്ടറി, ചൈനീസ് മേഖലയിൽപ്പെട്ട തിബത്ത് ഭൂമിയാണ് 20 മൈലിനപ്പുറം മാനാ ചുരത്തിൽ നിന്നും. 20 മൈൽ ദൂരമുണ്ട് മാനാ ഗ്രാമത്തിൽ നിന്ന് മാനാ ചുരത്തിലേക്ക്. ചുരത്തിനപ്പുറത്ത് എന്താണ്? തിബറ്റ് പീഠഭൂമിയാണ്. അത് ചൈനീസ് ടെറിട്ടറിയാണെന്നാണ് പറഞ്ഞത്. ചൈനയുടെ പ്രദേശമാണത്. മാനാ ഗ്രാമത്തിനും ചുരത്തിനും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലം മുഴുവനും ഒരു പുല്ലുപോലും പൊടിക്കാത്ത തണുത്തു മരവിച്ച ശൂന്യതയാണ്. 18,000 അടി വരെ ഉയരത്തിൽ കിടക്കുന്ന ഈ സ്ഥലങ്ങളിലും നമ്മുടെ രക്ഷാസേനയുടെ കാവൽ പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഭടന്മാരുടെ, ജവാന്മാരുടെ, പട്ടാളക്കാരുടെ ആ ഒരു ജീവിതം. അവർ നമ്മുടെ കാവൽ പോസ്റ്റുകളിൽ എന്താ പറയുന്ന ജോലി എടുക്കുന്ന പട്ടാളക്കാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. കാവൽ പോസ്റ്റുകളുണ്ട്. പോസ്റ്റിൻ്റെ സ്ഥല പരിശോധന കഴിഞ്ഞപ്പോൾ നേരം വളരെ വൈകിയിരുന്നതിനാൽ ഞാൻ അവിടെ തന്നെ രാത്രി കഴിക്കാൻ തീരുമാനിച്ച് സ്ലീപ്പിംഗ് ബാഗ് തുറന്ന് അതിനുള്ളിൽ ഭദ്രമായി ഒതുങ്ങി ഉറങ്ങാൻ കിടന്നു. ഇത് ആരാണ് പറയണത്? സൂര്യപ്രകാശ് എന്ന ആ പട്ടാളക്കാരൻ. ഇവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കേണ്ട ആള് പിന്നെ വൈകിയല്ലേ എത്തിയത്, അതിൻ്റെ കഥ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോസ്റ്റിൻ്റെ സ്ഥല പരിശോധന കഴിഞ്ഞതിന് ശേഷം വൈകിയതിനാൽ എന്ത് ചെയ്തു? അവിടെ തന്നെ രാത്രി ഉറങ്ങാൻ തീരുമാനിച്ചു, കഴിയാൻ തീരുമാനിച്ചു. സ്ലീപ്പിംഗ് ബാഗ് കയ്യിലുണ്ട്. പട്ടാളക്കാരെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഓരോ യാത്രക്കിടയിലും കരുതും. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് തുറന്ന് അതിനുള്ളിൽ ഭദ്രമായി ഒതുങ്ങി ഉറങ്ങാൻ കിടന്നു. എപ്പോഴാണ് ഉണർന്നതെന്ന് നിശ്ചയമില്ല. കണ്ണു മിഴിച്ചപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. സ്ലീപ്പിംഗ് ബാഗ് ഇളക്കാനോ എഴുന്നേൽക്കാനോ കഴിയുന്നില്ല.
താങ്ങാൻ കഴിയാത്തൊരു ഭാരം എന്നെ ഞെരുക്കുന്നുമുണ്ട്. അപ്പോഴാണ് ആ പരമാർത്ഥം തലച്ചോറിൽ തെളിഞ്ഞത്. രാത്രിയിലുണ്ടായ കനത്ത ഹിമപാതത്തിൽ ഞാൻ മൂടിപ്പോയിരിക്കുകയാണ്. ഞാൻ ജീവനുള്ളൊരു ഹിമ കുടീരമായി മാറിയിരിക്കുകയാണ്. സ്ലീപ്പിംഗ് ബാഗിൻ്റെ മേലെ മുഴുവനായിട്ട് എന്താണ്, മഞ്ഞ് ഹിമക്കട്ടകൾ വീണ് കിടക്കുകയാണ്, മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഹിമ കൂമ്പാരമായി എന്താണ്, ഹിമ കൂമ്പാരമല്ല, ഹിമ കുടീരമായി മാറിയിരിക്കുകയാണ്. സർവശക്തിയും പ്രയോഗിച്ചു തട്ടിപ്പിടഞ്ഞ് ഞാൻ എന്നെ ഞെരുക്കുന്ന ഭാരം മാറ്റാൻ ശ്രമിച്ചു. സാധിക്കുന്നില്ല. അങ്ങനെ ദീർഘനേരത്തെ സാഹസിക പരിശ്രമത്തിൻ്റെ ഫലമായി എന്നെ മൂടിയ ഭാരം ക്രമേണ ചുരുങ്ങി തുടങ്ങുന്നതായി അനുഭവപ്പെട്ടു. ആ ഹിമകൂമ്പാരത്തിനിടയിൽ നിന്ന് ഒരുവിധം എന്നെ വിമുക്തനാക്കി തലയിലും മുഖത്തും ദേഹത്തിലും ഒട്ടിപ്പിടിച്ച മഞ്ഞ് കുടഞ്ഞു തെറിപ്പിച്ചുകൊണ്ട് ഞാൻ പുറത്തു വന്നു എന്നു പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ക്ഷീണം കൊണ്ട് വേഗം നടക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഞാനിവിടെ വൈകിയെത്താനുണ്ടായ കാരണം. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ടും വരാം. സൂര്യപ്രകാശ് എന്ന ആ പട്ടാള ഉദ്യോഗസ്ഥൻ തൻ്റെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവ ഏത്, അല്ലെങ്കിൽ അവയെ കുറിച്ച് വ്യക്തമാക്കുക, അല്ലെങ്കിൽ ഇയാൾ അവിടെ ഇല്ലാതിരുന്നതിൻ്റെ കാരണം വിശദമാക്കുന്നുണ്ട്, അത് വ്യക്തമാക്കുക. ഇങ്ങനെയൊക്കെ രീതിയിൽ ചോദ്യം വന്നാൽ ഈ കാര്യം എഴുതുക. പട്ടാളക്കാരൻ സൂര്യപ്രകാശിൻ്റെ അനുഭവകഥ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എൻ്റെ കരളിലും ഒരു ഹിമപാതമുണ്ടായ പോലെ തോന്നി. എന്ന് വെച്ചാൽ വല്ലാത്തൊരു അനുഭവത്തിൽ നിന്നാണ് ആ പട്ടാള ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടു വന്നത്. അത് കേട്ടപ്പോൾ എഴുത്തുകാരൻ്റെ, നമ്മുടെ എസ് കെ പൊറ്റേക്കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഹിമപാതം ഉണ്ടായത്, മഞ്ഞു വീണതുപോലെ തോന്നി. യു പിക്കാരനായ, യു പി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശുകാരനായ ആ യുവ ഭടന്റെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. അയാൾക്ക് അത് ഓർത്തിട്ട് ഒരു പരിഭ്രമവും കണ്ടില്ല. ഇന്നലെ രാത്രി കുറച്ചു മഞ്ഞുകൊണ്ടു ജലദോഷം പിടിച്ചു എന്നു നമ്മൾ പറയും പോലെ അത്ര നിസാരമട്ടിലാണ് അയാൾ തൻ്റെ ശവകുടീരമായി തീരുമായിരുന്ന ആ ഹിമകൂമ്പാരത്തിൽ നിന്ന് പുറത്തു ചാടിയ ഭയങ്കര കഥ പറഞ്ഞത്. അപ്പോൾ സൂര്യപ്രകാശ് എന്ന ആ പട്ടാള ഉദ്യോഗസ്ഥൻ ആ ഭയങ്കര കഥ പറഞ്ഞത് എങ്ങനെയാണ്? ഇന്നലെ രാത്രി കുറച്ച് മഞ്ഞു കൊണ്ട് ജലദോഷം പിടിച്ചു എന്നൊക്കെ നമ്മൾ സാധാരണ സംഭവിക്കുന്ന കാര്യം പറയുന്നത് പോലെ അത്രയും ലാഘവത്തോടെയാണ് തൻ്റെ ശവകുടീരമായി തീരാവുന്ന ആ ഹിമ കൂമ്പാരത്തിൽ നിന്നും രക്ഷപ്പെട്ട കഥ സൂര്യപ്രകാശ് എന്ന ആ പട്ടാള ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാത്തുരക്ഷിക്കുന്ന ഭടന്മാരുടെ സേവന വ്യഗ്രതയും സഹനശക്തിയും സ്ഥൈര്യവും ത്യാഗബുദ്ധിയും ഓർത്തു ഞാൻ അഭിമാന പുളകിതനായി. ഈ യാത്രയിൽ ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കട്ടെ. ഒരു പണ്ഡിതൻ്റെ വാക്കുകളാണ് ഇവിടെ എസ് കെ പൊറ്റേക്കാട് പറയുന്നത്. നോക്കാം എന്തൊക്കെയാണെന്ന്. മഞ്ഞുകാലം വരുമ്പോൾ ബദരി നാരായണ മൂർത്തി പോലും അവിടെ നിന്ന് താഴെ നിലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകുന്നു. അന്നും ആ പ്രദേശത്തു കാവൽ നിൽക്കുന്ന നമ്മുടെ ജവാന്മാരെയല്ലേ ദേവന്മാരെക്കാൾ കൂടുതൽ ആദരിക്കേണ്ടത് എന്ന പണ്ഡിതൻ്റെ വാക്കുകൾ ഓർത്താണ് എസ് കെ പൊറ്റേക്കാട് അത് എഴുതിയത്. അപ്പോൾ സത്യത്തിൽ അതാണ്, ബദരി നാരായണ മൂർത്തി പോലും എന്ത് ചെയ്യുന്നു, മഞ്ഞുകാലം വരുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഈ കാലഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രദേശത്ത് കാവൽ നിൽക്കുന്ന നമ്മുടെ ജവാന്മാരെയല്ലേ ദേവന്മാരെക്കാൾ കൂടുതൽ ആദരിക്കേണ്ടത് എന്ന ചോദ്യത്തോടെയാണ് ഇവിടെ ഈ യാത്രാ വിവരണം അവസാനിക്കുന്നത്. അപ്പോൾ എസ് കെ പൊറ്റേക്കാട്ടിൻ്റെ ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന ഈ യാത്രാ വിവരണ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ചെറിയൊരു ഭാഗം, ഇത് ബദരിയും പരിസരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായും തോന്നുന്നു. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ വിവരിക്കുമ്പോൾ പൗരാണിക കാലഘട്ടം നടന്ന ചില സംഭവങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. അവ ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നെ യാത്രാ വിവരണത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനുണ്ടാവും. ബദരി പരിസരങ്ങൾ എന്ന യാത്രാ വിവരണം വ്യക്തമാക്കാനുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു യാത്രാ വിവരണം കൂടിയുണ്ട്, അതിനനുസരിച്ച് ശേഷമാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പോൾ അതിൽ ഈ ബദരിയും പരിസരങ്ങളും എന്നുള്ള ആ
ചോദ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു സ്ഥലത്തിൻ്റെ ഗതകാല മഹിമയേക്കാൾ എസ് കെ പൊറ്റക്കാട് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ വർത്തമാന ഭാവത്തെയാണ്. ഇന്നത്തെ കാലഘട്ടത്തെ വർത്തമാന ഭാവം എന്നാണ് ഇപ്പോഴുള്ളത്. ഗതകാല മഹിമയേക്കാൾ കൂടുതൽ മഹത്വം ഇന്ന് നടന്നിരുന്ന കാലത്തിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജവാന്മാരെ കുറിച്ചും അവരുടെ ആ പ്രവൃത്തികളെ കുറിച്ചൊക്കെ അല്ലേ കൂടുതലായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. ഇത് ആർ വിശ്വനാഥിൻ്റെ അഭിപ്രായമാണ്. ബദരിയും പരിസരങ്ങളും എന്ന പാഠഭാഗം മുൻനിർത്തി പ്രസ്താവനയുടെ സാങ്കത്യം പരിശോധിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമ്മുടെ പട്ടാളക്കാരുടെ ജീവിതത്തെക്കുറിച്ച് പണ്ഡിതമറ വാക്കുകളും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. അപ്പോൾ ഒരു യാത്ര വിവരണങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു യാത്രാ വിവരണ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ബദരിയും പരിസരങ്ങളും എസ് കെ പൊറ്റക്കാടിൻ്റെ. ഇനി നമുക്ക് അടുത്തൊരു യാത്രാ വിവരണ ഭാഗം കൂടി ഉണ്ട്. അതുകൂടി വായിച്ച ആശയങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ 3ാമത്തെ യൂണിറ്റ് കഴിയും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും മറക്കാതെ ഇത് കാണുകയും മറ്റുള്ളവർക്ക് നിങ്ങളോടൊപ്പമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ.